ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. കോൺഷ്യസ് കെമിസ്റ്റിന്റെ ബെറി ബ്രൈറ്റ് സൺസ്ക്രീനിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് ആ സൺസ്ക്രീൻ. എല്ലാരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഇതിൽ പറയുന്നത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, സൂത്തിങ്, കാമിങ്, നോൺ ഗ്രീസി സൺസ്ക്രീൻ ആണ്. പിന്നെ SPF 50 ഉണ്ട്, PA4+ ഉണ്ട്, ബോർഡ് സ്പെക്ട്രം, UVA UVB പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. കീ ഇൻഗ്രീഡിയന്റ് വന്ന് നിയാസിനമൈഡ് ബ്ലാക്ക്ബെറി എക്സ്ട്രാക്ട് ആണ്. പിന്നെ ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാം, അങ്ങനെയാണ് ഇവർ പറയുന്നത്. ഇനി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എന്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ സൺസ്ക്രീനെ കുറിച്ച്. ഇതിന്റെ സൺ ഫിൽറ്റേഴ്സ് വന്ന് കെമിക്കൽ ഫിൽറ്റേഴ്സും ഉണ്ട്, ഫിസിക്കൽ ഫിൽറ്റേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഇതിന്റെ കളർ വന്ന് ഈ ബോട്ടിലിലെ അതേ കളറാണ് കേട്ടോ. ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വരുന്നത്, ഒരു പർപ്പിൾ ഷെയ്ഡിൽ കേട്ടോ. ഇതിപ്പം എന്റെ തീർന്നു കേട്ടോ. തീർന്നിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഈ സൺസ്ക്രീന് ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ, മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഇതിനുണ്ട്. ഈ ഫ്രാഗ്രൻസ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഈ മണം എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ കുത്തുന്ന സ്മെല്ലൊന്നും അല്ല, പക്ഷെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ആ സ്മെല്ലുണ്ട്. കുറെ കഴിയുമ്പോഴത്തേക്ക് ആ സ്മെല്ല് പോകും കേട്ടോ. പിന്നെ അങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ സ്മെല്ല് നിൽക്കത്തില്ല, അങ്ങ് പൊക്കോളും. അങ്ങനെ ചെറുതായിട്ട് മൈൽഡ് ആയിട്ടൊരു ഫ്രാഗ്രൻസ് ഒക്കെ ഇതിനുണ്ടേ. ഈ സൺസ്ക്രീൻ വന്ന പർപ്പിൾ കളറാന്ന് പറഞ്ഞല്ലോ. ഇതിന് പർപ്പിൾ കളർ നൽകുന്നത് ഇതിലെ ബ്ലാക്ക്ബെറി എക്സ്ട്രാക്ട് ആണ്. ഇതിന്റെ കീ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ബ്ലാക്ക്ബെറി എക്സ്ട്രാക്ട് ഉണ്ട്, അതാണ് ഇതിന് ഈ പർപ്പിൾ കളർ നൽകുന്നത്. ഇതിന്റെ ടെക്സ്ചർ വന്ന് ഒരു ജെൽ ക്രീമി കൺസിസ്റ്റൻസി ഒക്കെയാണ്. പിന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതൊരു ഇടുമ്പോഴത്തേക്കും ഒരു വാട്ടറി ടെക്സ്ചറും, അത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സ്കിന്നിലേക്ക് ഫിനിഷിലേക്ക് ഇത് പോവുകയും ചെയ്യും. ഇട്ട് കുറച്ച് നേരത്തേക്ക് ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ വരില്ലേ, അതുപോലെ ചെറുതായിട്ട് ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്. അത് നമ്മളങ്ങ് ബ്ലെൻഡ് ആക്കി അങ്ങ് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പോയിട്ട് സ്കിന്നിലേക്ക് ഫിനിഷിലേക്ക് മാറും. അങ്ങനെയാണ് ഈ സൺസ്ക്രീൻ എനിക്ക് ഉണ്ടായത്. പിന്നെ നമ്മൾ ഇട്ട ഉടനെ ആദ്യം ഇത് വാങ്ങിച്ച് ഒരു 1 വീക്കൊക്കെ എനിക്ക് നല്ല രീതിയിലൊരു സെൻസേഷൻ ഉണ്ടായിരുന്നു. അതായത് ഫേസിൽ ഫുള്ളും ഇല്ല, നമ്മുടെ ഈ നോസിന്റെ ഈ സൈഡ് ഏരിയ, അതായത് സെൻസിറ്റീവ് ഏരിയയിൽ, നമ്മുടെ കണ്ണിന്റെ അടിയിൽ ആ ഏരിയയിൽ ചെറുതായിട്ടൊരു സെൻസേഷൻ ഉണ്ടായിരുന്നു. അത് പോകെ പോകെ ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് കുറഞ്ഞങ്ങ് വരികയും ചെയ്തു കേട്ടോ. പിന്നെ അതങ്ങ് ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കൂളിംഗ് സെൻസേഷൻ ആണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ആദ്യം ഇട്ടപ്പം ഫേസ് ഫുള്ള് ഒരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട്. പിന്നെ ഈ നോസിന്റെ ഏരിയയും അണ്ടർ ഐയുടെ ഏരിയയും ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ ഒരു പുകച്ചിലൊക്കെ പോലില്ലേ ചെറുതായിട്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ ഒന്നുകൂടെ ഒരു ഇതായിട്ട് തോന്നി. പോകെ പോകെ എനിക്കതങ്ങ് മാറി കേട്ടോ. പിന്നെ അങ്ങ് എനിക്ക് ഫേസ് ഫുള്ള് ഒരു കൂളിംഗ് സെൻസേഷൻ ഇട്ട ഉടനെ ഉണ്ട്. കുറച്ചു നേരമൊന്നുമില്ല, ഇട്ട ഉടനെ അപ്ലൈ ചെയ്ത ഉടനെ അത് കഴിഞ്ഞ് അതങ്ങ് മാറി കിട്ടും കേട്ടോ. എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തോന്നുന്നത് ഡോട്ടാങ്കിയുടെ വാട്ടർമെലൻ കൂളിംഗ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ തോന്നുന്ന എഫക്റ്റ് ആണ് അപ്ലൈ ചെയ്ത ഉടനെ തോന്നുന്നത്. അതിന് ചെറുതായിട്ടൊരു കൂളിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ്. അത് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ്, അത് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുപോലെ ചെറിയൊരു കൂളിംഗ് സെൻസേഷൻ ആണ് ഇതിന് തോന്നുന്നത്. ആദ്യത്തെ 1 വീക്ക് മാത്രം ചെറിയൊരു ഈ ഏരിയയും ഇവിടെയും ചെറുതായിട്ടൊരു സെൻസേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ എന്റെ ബോട്ടിൽ പൂർണ്ണമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കുറച്ചുണ്ടെങ്കിൽ നിങ്ങളെ അത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതാ ഇങ്ങനൊരു കൺസിസ്റ്റൻസി ആണ് ഇതിനുണ്ടാകുന്നത്. ഒരു വാട്ടറി ക്രീമി ജെൽ ബേസ്ഡ് കൺസിസ്റ്റൻസി ആണ്. ഞാനത് എൻ്റെ ഫേസിൽ ഇവിടെ അപ്ലൈ ചെയ്ത് കാണിക്കാവേ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഇതൊരു മോയ്സ്ചറൈസർ ഒക്കെ പോലെ നമുക്ക് തോന്നുക കേട്ടോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. ഇത് കണ്ടോ, 1 സൈഡ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇട്ട ഉടനെ നമുക്കൊരു വാട്ടറി ടെക്സ്ചർ ആയിരിക്കും. ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഗ്ലോയി ആയിട്ട് നമ്മുടെ ഫേസിലേക്ക് ഉണ്ടാവും കേട്ടോ. കണ്ടോ, 2 സൈഡും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പൊ ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ഒക്കെ ഇട്ട പോലെ ചെറുതായിട്ടൊരു ഗ്ലോ പോലെ നമ്മുടെ ഫേസിലേക്ക് തോന്നും. ഇതൊരു 10-12 മിനിറ്റോളം നമ്മുടെ ഫേസിൽ ഈ ഗ്ലോയി ഫിനിഷ് ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്കിന്നിലേക്ക് ഫിനിഷിലേക്ക് ഇത് മാറും കേട്ടോ. അങ്ങ് മാറി മാറ്റായിട്ട് ഇതങ്ങ് മാറുവേ. ഒരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്ത പോലെ നമുക്ക് ഉണ്ടാവുക. ഒട്ടും തന്നെ ഗ്രേസിയോ സ്റ്റിക്കിയോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഹെവി ആയിട്ടൊന്നുമില്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. വൈറ്റ് കാസ്റ്റും ഒട്ടും തന്നെ ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, എൻ്റെ ഒരു ഡസ്കി സ്കിൻ ടോൺ ആണ്. അപ്പോൾ എന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ ഇത് മാറ്റിലേക്ക് മാറും കേട്ടോ.
കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മേക്കപ്പിന്റെ അടിയിലും പുറത്തും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ ആണ്. ഞാൻ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ മേക്കപ്പ് ഇടുമ്പോൾ ചില സൺസ്ക്രീന് നമ്മൾ മേക്കപ്പിന്റെ അടിയിൽ ഇടുമ്പോൾ പിരിപിരാന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമേ ഇതിനില്ല. അങ്ങനെ പിരിപിരിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സാധാ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്ലോയും സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മോയ്സ്ചറൈസറിന്റെ എഫക്റ്റും ഗ്ലോയും അതൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ പ്രൊട്ടക്ഷൻ ആണ് നോക്കുന്നത്. ഇത് അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ടെക്സ്ചറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഗ്ലോയി ആണ്, മോയ്സ്ചറൈസേഷൻ ഉണ്ടെന്നൊക്കെ. നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ മോയ്സ്ചറൈസേഷനോ ഗ്ലോയിങ് ആണോ അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. അതിൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ്, ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ ചിലരുണ്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർ. അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഇത് മോയ്സ്ചറൈസറിന്റെ എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട്. ഞാൻ പറയുന്നത് ചെറുതായിട്ട് ഗ്ലോ ആയിട്ടും അത്യാവശ്യം നമ്മുടെ സ്കിന്ന് മോയ്സ്ചറായിട്ട് ഇത് മാത്രം അപ്ലൈ ചെയ്താലും നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ട്, അതാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ ആണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, അല്ലാതെ മോയ്സ്ചറൈസേഷൻ ഒന്നും അല്ല. അതുകൊണ്ട് പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ ഇത് കുഴപ്പമില്ല. ഇതിൽ പറയുന്നുണ്ട് 2-3 മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യണമെന്ന്. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് റീഅപ്ലൈ ചെയ്താൽ ഇതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ. റീഅപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയില്ല. മിക്ക സൺസ്ക്രീനും 4 മണിക്കൂറൊക്കെയാണ്. ഇപ്പൊ പിന്നെ 8 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെയുള്ള സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ. അത് യൂസ് ആക്കിക്കൊണ്ടാണ് ഞാൻ പുറത്ത് ഒരുപാട് നേരം നിൽക്കേണ്ട ടൈമിൽ പോകുമ്പോൾ ഞാൻ ആ സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കാറ്. പിന്നെ പെട്ടെന്നൊക്കെ നമ്മൾ ക്വിക്കായിട്ടൊക്കെ പോയിട്ട് വരുന്ന ഉണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് റീഅപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത് 2-3 മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യേണ്ട സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 445 രൂപയാണ്. ഒരു 300 രൂപ താഴെ നമുക്ക് ഇത് കിട്ടും കേട്ടോ. വാങ്ങിച്ചത് നയിക്കാനാണ്. അവരുടെ ഈ ഇതിന്റെ സൈറ്റിലും വെബ്സൈറ്റിലും നമുക്ക് നല്ല രീതിയിൽ ഓഫറൊക്കെ ഉണ്ടാവും. ഒരു 45%, 50% ഓഫറിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഈ സൺസ്ക്രീൻ വന്ന് നോൺ കൊമഡോജനിക് ആണ്. പിന്നെ സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. ഈ സൺസ്ക്രീൻ ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നോർമൽ, ഓയിലി കോമ്പിനേഷൻ, ആക്നി പ്രോൺ, പിന്നെ ഡ്രൈ സ്കിന്ന് വരെ ഇത് പോകും. ചെറിയ രീതിയിൽ ഫ്രാഗ്രൻസ് ഉണ്ട്. അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. കാരണം ഫ്രാഗ്രൻസ് ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ യൂസ് ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരും ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് നോക്കിക്കണ്ട് ഉപയോഗിക്കുക. ചിലർക്ക് ഫ്രാഗ്രൻസ് ഇച്ചിങ്ങും റഷസ് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അങ്ങനെയുള്ളവർ നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി വുമണിനും ബേബി സേഫും അല്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നോക്കിക്കണ്ടൊക്കെ ഇത് യൂസ് ചെയ്യുക. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അഫോർഡബിൾ ആണ്. കാരണം 300 രൂപയ്ക്ക് ബിലോയ്ക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ ഡെയിലി യൂസിനൊക്കെ നമുക്ക് പിന്നെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഒരു സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാവുന്നുള്ളൂ കേട്ടോ. 160, 270 ആ പ്രൈസിൽ നമുക്ക് ഈ സൺസ്ക്രീൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ചിലർക്ക് ഈ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മുഖത്ത് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെന്നൊക്കെ, ചില സൺസ്ക്രീൻ തിക്കായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെന്നൊക്കെയുള്ള ഫീൽ ഉള്ളവർക്ക് ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീനാണ്. പിന്നെ 3 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് റീഅപ്ലൈ ചെയ്യണം. പിന്നെ മിക്ക സൺസ്ക്രീനും 4 മണിക്കൂർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും. ആ ഒരു ഇതിൽ ഈ സൺസ്ക്രീൻ ഈ പ്രൈസിന് വർത്തായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിന് മുന്നേ വേറെയും സൺസ്ക്രീനിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള സൺസ്ക്രീനിന്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ. അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കൂടാതെ ഐക്കാർട്ടിലും കൊടുത്തേക്കാം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്തത് ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. എന്റെ എല്ലാ റിവ്യൂവും തന്നെ ഹോണസ്റ്റ് ആണ്. ഞാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഇപ്പോൾ പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.